ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇനി നമ്മൾ ഡെയിലി അങ്ങോട്ട് എന്നും പ്രമോ വിശേഷമായിട്ട് ഉച്ചയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം വിശേഷത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞത് പ്രകാരം പുതിയ കാറല്ല, സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ വേണ്ടി ഒരു ഷോറൂമിലേക്ക് ചെല്ലുകയാണ് സച്ചി മഹേഷും കൂടി ചേർന്ന്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് കാറുകൾ കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ആ രണ്ട് കാറിൽ ഒരെണ്ണം എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ആ ഒരു ഓണറിനോടൊക്കെ സംസാരിച്ചു. അപ്പം ഡീലൊക്കെ നടത്തി എല്ലാം സെറ്റപ്പാക്കിയൊക്കെ വെച്ചു. അപ്പം മഹേഷും പറഞ്ഞു രണ്ട് കാറ് കണ്ടിട്ട് പറഞ്ഞു അത് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ സച്ചിക്കാണെങ്കിൽ രേവതിയോട് ചോദിക്കാതെ എങ്ങനെയാണ് മേടിക്കുന്നത്? അപ്പോൾ രേവതിക്കും കണ്ട് ഇഷ്ടപ്പെടണമല്ലോ. അപ്പോൾ മഹേഷിനോട് പറഞ്ഞു, അതെ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ, രേവതിക്കും കൂടെ ഇഷ്ടപ്പെടണം. അപ്പോൾ അതുകൊണ്ട് അവളെ വിളിച്ചൊന്ന് കാണിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉറപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം. ഇനിയിപ്പോൾ രേവതിയും കൂടെ പറഞ്ഞിട്ടാണല്ലോ നീ ഈ കാർ എടുക്കുന്നത്, രേവതിയുടെ ആഗ്രഹമാണല്ലോ, അപ്പോൾ അതും കൂടെ രേവതിനെയും കൂടെ വിളിച്ചത് കാണിക്കുക. അപ്പം അത് തന്നെ ആയിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ അവളെ വിളിച്ചാലും അവൾ വരാൻ ചാൻസ് ഒന്നുമില്ല. അവൾ വന്നിട്ട് പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, സച്ചേട്ടന് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അത് എടുക്കാനേ പറയത്തുള്ളൂ അവൾ. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ, അവളും കൂടെ ഒന്ന് അറിയണമല്ലോ, അവളും കൂടെ ഒന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ വിളിക്കുകയാണ്. അപ്പോൾ രേവതി എവിടെയോ പൂവൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനെ പോയൊരു സമയത്താണ് നമ്മുടെ സച്ചി രേവതിനെ വിളിക്കുന്നത്. അപ്പോൾ രേവതി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് എന്താ സച്ചേട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതെ ഞാൻ പറയുന്ന സ്ഥലം വരെ നീ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ സച്ചേട്ടാ ഇപ്പം ഞാൻ വരേണ്ടത്? അത് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, പൂവൊക്കെ കൊടുക്കാൻ പോകേണ്ടതെന്ന് പറഞ്ഞപ്പം എല്ലാ തിരക്കും നീ മാറ്റി വെച്ചിട്ട് പെട്ടെന്നൊന്ന് വാ, പെട്ടെന്ന് ഒരു 5 മിനിറ്റ് നീ വന്നിട്ട് അങ്ങ് പൊക്കോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ, അപ്പോൾ പെട്ടെന്നൊന്ന് വരാൻ പറഞ്ഞപ്പോൾ സച്ചേട്ടൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയാ ഞാനിപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മുടെ സച്ചിയെ. അപ്പോൾ രേവതി അവിടെ വന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രനെയാണ്. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല, രവീന്ദ്രൻ ഇപ്പം മിണ്ടുന്നില്ലല്ലോ. സാധാരണ എത്ര വഴക്കിട്ടാലും എന്ത് പിടിവാശി കാണിച്ചാലും നമ്മുടെ ചന്ദ്ര എന്ത് ചെറ്റത്തരം ചെയ്താലും നമ്മുടെ രവീന്ദ്രൻ മിണ്ടാതിരിക്കും. അത് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ദിവസം മുഴുവൻ മിണ്ടാതിരിക്കുകയോ ഇങ്ങനെ വാശി കാണിക്കുകയോ ഒന്നും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു സമാധാനവും ഇല്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വർഷ നല്ല തട്ടുന്നുണ്ട് ആരെ, ചന്ദ്രനെ. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ വർഷേനെ ചന്ദ്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രനെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ വർഷയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. വെറുതെ രേവതിനെ ഏത് നേരവും ഇട്ട് വഴക്ക് പറയലോ അതും ഇതും. ചന്ദ്രയുടെ സ്വഭാവം വർഷയ്ക്ക് അറിയാവുന്നത് കൊണ്ട് വർഷയ്ക്ക് ഇഷ്ടമാണെങ്കിലും വർഷ ആരുടെ മുഖത്തും പറയാനുള്ളത് അതേപടി മുഖത്ത് നോക്കി പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും കൂടി തമ്മിൽ രണ്ടുപേരും കൂടെ ഒന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടി രേവതിയും സച്ചിയും ശ്രുതിയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവർ ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ രവീന്ദ്രനോട്ട് അടുക്കുന്നുമില്ല. മാത്രമല്ല വർഷയാണെങ്കിൽ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട, അത് മാത്രമല്ല മാപ്പ് പറയണം, മാപ്പ് പറഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്, രേവതി ചേച്ചിയോട് മാപ്പ് പറയണം, പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രനെ ഇഷ്ടമില്ലാത്തത്. ചന്ദ്രയ്ക്ക് വർഷനെ ഇഷ്ടമില്ലാത്തത്. അപ്പോൾ അതിൻ്റെ പരാതിയും പരിഭവവും ഒക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ഭാമയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഭാമ വാതിൽ തുറന്ന ഉടനെ തന്നെ മാറി നിൽക്കുമെന്ന് പറഞ്ഞ് ദേഷ്യം വന്ന് ഏതാണ്ട് സ്വന്തം വീട് പോലെ അകത്തേക്ക് കയറി പോയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭാമ ചോദിച്ചു, എന്താടി നിനക്ക് ടെൻഷൻ, എന്താ നിനക്ക് പറ്റിയതല്ല, രവിയേട്ടൻ നിന്നോട് മിണ്ടിയില്ലേന്ന് ചോദിച്ചപ്പോൾ രവിയേട്ടൻ മിണ്ടിയില്ലേലും കുഴപ്പമില്ല, അവിടെ ഒരെണ്ണം ഉണ്ടല്ലോ മരുമകള്. ആരാ, രേവതിയെക്കുറിച്ചാണ് നിനക്ക് പറയാനുള്ളത്? രേവതിയെക്കുറിച്ചും ഗീവതിയെക്കുറിച്ചും ഒന്നും അല്ല, ആ പൂക്കാരിയോട് പോയി പണി നോക്കാൻ പറ. അവളുണ്ടല്ലോ വലിയ പണക്കാരിയാന്ന് പറഞ്ഞ് പത്രാസ് കാണിച്ച് നടക്കുന്നവള്. ആര്, ശ്രുതിയോ? ഏയ് ശ്രുതിയല്ല, ദേ അവള് ആ കൊമ്പത്തിരിക്കുന്നവള് വർഷ. ഓ വർഷയോ? എടി വർഷ നിനക്ക് പ്രിയപ്പെട്ട മരുമകളല്ലേ? അല്ല നിന്റെ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ സ്വർണവും മുതലും ഒക്കെ കൊണ്ടുവന്ന അവളല്ലേ? അതുകൊണ്ട് നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നോ? എൻ്റെ പൊന്ന് ഭാമയെ ഇഷ്ടമൊക്കെ തന്നെയാണ് അവൾ ഇഷ്ടം. അവൾ പണം കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ കുറച്ച് പരിഗണനയൊക്കെ അവൾക്ക് കൊടുത്തിരുന്നു. പക്ഷെ അവളിപ്പോഴേ എൻ്റെ തലയിൽ കയറി കിടന്ന് നിരങ്ങ, ഒരു ബഹുമാനവും ഇല്ലാതെ ഭാമയെ സംസാരിക്കുന്നത്. ഞാനൊന്നെങ്കിലും അവളുടെ അമ്മായിയമ്മയല്ലേ, ആ ഒരു ബഹുമാനം കാണിക്കണ്ടേ? അവൾ എന്നോട് പറയുന്ന തർക്കുത്തരം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഓരോ അമ്മായിയമ്മമാരും സഹിക്കത്തില്ല. അതുപോലെയാ ഓരോന്ന് അവൾ പറയുന്നത്. മാത്രമല്ല ഞാൻ രവിയേട്ടനും ഒന്നിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അത്രേ, അതുപോലെ അവളിൽ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ രേവതിയോട് കാല് പിടിക്കണം, രേവതിയോട് മാപ്പ് പറയണം, ഞാനാണ് രവിയേട്ടനോട് പോയി മിണ്ടേണ്ടത്, അവൾ ഓർഡർ ഇടുന്നതനുസരിച്ച് ഞാൻ എല്ലാം ചെയ്യണം അത്രേ.
എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു, ഓഹോ അങ്ങനെയൊക്കെയാണല്ലേ. ചന്ദ്രേ, ഏതായാലും ഞാൻ നിനക്ക് കൊണ്ട് തന്നെ മരുമകൾ തന്നെയാണ് നല്ല മരുമകൾ. ശ്രുതിയാണെങ്കിൽ ഇതൊന്നുമില്ലല്ലോ. ശ്രുതിയാണെങ്കിൽ ഇപ്പം നിന്റെ കൂടെ നിന്നേനെ. അത് ശരിയാ, ശ്രുതി പാവാട്ടോ. ഓ എന്ത് ചെയ്യാനാ, അവളുടെ അച്ഛനില്ലായിരുന്നെങ്കിൽ ഞാനും ശ്രുതിയും പെട്ടുപോയനെ. അവളുടെ അച്ഛനാ 2.5 ലക്ഷം രൂപ എണ്ണിക്കൊടുത്തത് സച്ചിക്ക്. അവളുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭാമ പറഞ്ഞു, അതിന് നീ എന്നോട് നന്ദി പറയണം. കാരണം അവളെ ഞാനല്ലേ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് തന്നത്. പിന്നെ എങ്ങനെ അവള് നന്നാകാതിരിക്കും, നല്ല മരുമകളാകാതിരിക്കും? ഞാനല്ലേ അവളുടെ സെലക്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് ഭാമയല്ല ചന്ദ്ര പറഞ്ഞു. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. വർഷക്കിട്ട് 2 കൊടുക്കണം. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ അങ്ങനെ അവക്കിട്ടൊരു മുട്ടം പണി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുമ്പോഴത്തേക്ക്, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ സാമീനെ വിളിക്കാമെന്ന് പറഞ്ഞു. സാമീനെ വിളിക്കാം. കഴിഞ്ഞ ദിവസം നാരങ്ങ കൊടുത്തില്ലേ ഒരു സ്വാമി, കൊടുത്തതല്ല, ഇവർ പോയില്ലേ ഒരു സ്വാമീനെ കാണാൻ വേണ്ടി. ആ സ്വാമീനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ സ്വാമീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് അറിയാം ആ സ്വാമീനെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന്. നമ്മുടെ ചന്ദ്ര ആ നാരങ്ങ മേടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവച്ചിട്ട് എന്താ സംഭവിച്ചത്, ലാസ്റ്റ് കള്ളത്തരങ്ങളൊക്കെ വെളി വന്നതല്ലാതെ വേറെ ഒന്നും നടന്നില്ല. അപ്പോൾ ഈ സ്വാമിയോട് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ സ്വാമി ഫോൺ എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് സ്വാമീനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഭാമിയോട് പറയുന്നുണ്ട്, വെക്ക് എൻ്റെ പൊന്നോ, എനിക്ക് സ്വാമിയും വേണ്ട ഒന്നും വേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. സ്വാമിയുടെ ഒരു നാരങ്ങ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ അത് ആ സ്വാമി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്വാമി അപ്പുറേ ഇരുന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഏറ്റില്ലല്ലേ എന്നിങ്ങനെ സ്വാമി മനസ്സിൽ പറയുന്നുണ്ട്. ഇത് കൂടായ്പ പരിപാടിയൊക്കെ കണ്ടായിട്ട് ഇങ്ങനെ നടക്കുന്ന സ്വാമിയൊക്കെയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ചെല്ലുകയാണ് കേട്ടോ സച്ചിയുടെ മഹേഷിൻ്റെ അടുത്തേക്ക്. അങ്ങനെ കാറ് മേടിക്കാൻ വേണ്ടിയാണ് രേവതി പോകുന്നത്. അപ്പോൾ കാറ് കാണാൻ വേണ്ടിയാണ് അങ്ങനെ രേവതി വന്നു. രേവതി വന്ന ഉടനെ തന്നെ സച്ചി പറഞ്ഞു, രേവതി വാ ദേ 2 കാറ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, നല്ല കാറാ. ഞാൻ ഏതായാലും ഓടിച്ചൊക്കെ നോക്കി, ഒരു കുഴപ്പമില്ല. നിനക്കും കൂടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഫിക്സ് ആക്കും, ഇതിങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് രേവതി കാറിൻ്റെ ഡോറൊക്കെ തുറന്നിട്ട് അവിടെ എല്ലാം ആ ഫ്രണ്ട് വശമൊക്കെ ഒന്ന് നോക്കിയിട്ട് രേവതിക്ക് മനസ്സിനൊരു സന്തോഷമില്ല കേട്ടോ. അപ്പം രേവതിയുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രേവതി തന്നെ കാർ മേടിക്കുന്ന കാര്യം പറഞ്ഞു, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ രേവതിക്ക് ഒരു സന്തോഷമില്ല. അപ്പോൾ രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടാ ഇപ്പം നമുക്ക് കാർ എടുക്കണോ സച്ചേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു, അതെന്താ നീ ഇങ്ങനെ പറയുന്നത്? എൻ്റെ രേവതി, നീ അല്ലേ പറഞ്ഞത് കാർ എടുക്കാൻ? ആ 2.5 ലക്ഷം രൂപ നമ്മുടെ കയ്യിലിരുന്നാൽ പോകും. ഒരു കാർ എടുത്ത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസയും കൂടെ നമുക്ക് കിട്ടും, നമുക്ക് റൂമൊക്കെ കെട്ടണ്ടേ. അപ്പം നീ അല്ലേ സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ അത്രയ്ക്ക് സിറ്റുവേഷൻ ശരിയല്ലല്ലോ. അച്ഛനും അമ്മയും തമ്മിൽ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മളും കൂടെ കാറൊക്കെ എടുത്തുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും വേണ്ട സച്ചേട്ടാ, അവരെന്ന് മിണ്ടുന്നോ അവരെന്ന് സംസാരിക്കുന്നോ അന്ന് മതി നമുക്ക് കാർ എടുക്കൽ. വേണ്ട, വെറുതെ നമ്മൾ എന്തിനാ ഇപ്പം കാർ എടുത്തോണ്ട്. അവർക്ക് അച്ഛനെ തന്നെ കണ്ടില്ല, അച്ഛൻ തന്നെ ഭയങ്കര സങ്കടമാണ്. അച്ഛൻ അമ്മയോട് മിണ്ടുന്നില്ല, വാശി വൈരാഗ്യമൊക്കെ ആണെങ്കിലും അച്ഛന് ഒരുപാട് സങ്കടമുണ്ട്. അതുപോലെ അമ്മയ്ക്കും സങ്കടമുണ്ട്. എന്തിനാ അവർക്കിടയിൽ നമ്മൾ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത്? നമ്മുടെ സന്തോഷം ഇപ്പം നമ്മൾ പ്രകടമാക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ രേവതി പറഞ്ഞപ്പോഴത്തേക്കും സച്ചി വന്നി, നിൻ്റെ ഒരു കാര്യം ചുമ്മാ ഇപ്പം വന്നല്ലോ, വെറുതെ നോക്കിയില്ലോ, ഇനിയിപ്പം അച്ഛനെ അമ്മയെ മിണ്ടിക്കാൻ എന്താ ഒരു വഴി? ഒരു വഴി ഉണ്ടെന്ന് പറയും. അപ്പോൾ രേവതി ചോദിച്ചു, എന്ത് വഴി? ഒരു വഴി ഉണ്ടെന്നേ, അതിന് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടേ ഇനിയിപ്പം അച്ഛനെ അമ്മേനെ എങ്ങനെയെങ്കിലും മിണ്ടിക്കണം, എന്നാലല്ലേ നീ കാർ എടുക്കാൻ സമ്മതിക്കത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പം ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. അച്ഛനെ അമ്മേനെ എങ്ങനെ ആയെങ്കിലും അച്ഛനെ അമ്മേനെ ഒന്ന് മിണ്ടിച്ച് അവരുടെ ആ ഒരു പിണക്കമൊക്കെ മാറ്റണം. അത് ഞാൻ ഏറ്റു, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോയിട്ടോ. പിന്നെ നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് പോയി. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരുമല്ല, നമ്മുടെ വർഷ ഡബ്ബിങ് സ്റ്റുഡിയോയിലാണ്. അപ്പം ഡബ്ബിങ് സ്റ്റുഡിയോയിലിരുന്ന് വർഷയ്ക്കൊരു ചെറിയൊരു ഡബ്ബിങ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രസവിക്കുന്ന ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരയുന്ന ഒരു രംഗമാണ് കേട്ടോ. അപ്പം പ്രസവം നടക്കുന്ന ആ ഒരു ഇതാണ് ഡബ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ അവിടെ ഇരിക്കുന്ന മാസ്റ്റർ പറയുന്നുണ്ട്, നന്നായിട്ട് എന്നും ചെയ്യുന്നത് പോലെയല്ല, അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിരിക്കണം, നന്നായിട്ട് വേണം ചെയ്യാനായിട്ട്, അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യേണ്ട ഒരു സീനാണ്. അപ്പം അതുകൊണ്ട് അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പം നമ്മുടെ വർഷം സിമ്പിളായിട്ട് അത് സാരമില്ല സാറേ ഞാൻ ചെയ്തോളാം, അതിനിപ്പോൾ എന്താ ഞാനിപ്പോൾ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എന്താ ആ ഒരു വീഡിയോ കാണിക്കാൻ പറയുകയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീ പ്രസവിക്കുന്ന വീഡിയോ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സ്ത്രീ പ്രസവിക്കുന്ന വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ നമ്മുടെ വർഷ ആ ഒരു സീൻ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് കേട്ടോ. വർഷയ്ക്ക് ആ സീൻ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. ഒരു സ്ത്രീ ഇങ്ങനെ പ്രസവിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും തന്നെ ആ സ്ത്രീ ഇങ്ങനെ കരയുമ്പോൾ തന്നെ നമ്മുടെ വർഷയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ആ ഒരു സീൻ കഴിഞ്ഞത് നമ്മുടെ വർഷയ്ക്ക് കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നിട്ട് ആ മാസ്റ്ററിനോട് പറഞ്ഞു, സാറേ ഞാൻ ചെയ്യാം സാറേ, ഇപ്പം തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്
ആ ഒരു സീൻ ഇങ്ങനെ ചെയ്യുക. അങ്ങനെ അലമുറയിട്ട് കരയുന്നു, അതിൻ്റെ കൂടെ എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റണില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് ഭയങ്കരമായിട്ട് അത് എന്താ പറയുക, ഡബ് ചെയ്യുന്നതല്ല, അത് ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ നമ്മുടെ വർഷ അത് ചെയ്യുകയാണ് കേട്ടോ. ഏതായാലും ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന മാസ്റ്ററൊക്കെ കൈ കൊട്ടിയിട്ട് സൂപ്പർ വർഷ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ വർഷ കണ്ണ് നിറഞ്ഞ കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോഴേക്കും മാസ്റ്റർ ചോദിക്കേണ്ടത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാനിത് കണ്ടിട്ട് എനിക്ക് ഫീൽ അടിച്ചു, വല്ലാണ്ടങ്ങ് ഇമോഷണലായി സാറേ, ഏതായാലും ഞാൻ പോവാന്നും പറഞ്ഞ് പുറത്തേക്ക് ഡബ്ബിംഗ് സ്റ്റുഡിയോയുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഫസ്റ്റ് നമ്മുടെ വർഷയ്ക്ക് ഓർമ്മ വന്നത് വേറെ ആരെയല്ല, വർഷയുടെ അമ്മേനെയാണ്. അപ്പം വർഷ എപ്പോഴും വർഷയുടെ അമ്മയോട് തർക്കുത്തരമൊക്കെ പറഞ്ഞിങ്ങനെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരാളാണല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇങ്ങനെ പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അമ്മയോട് എന്തോ ഒരു ചെറിയൊരു ഫീലിങ്സ് ഒക്കെ തോന്നുകയാണ്. അമ്മയൊക്കെ ഇത്ര വേദന അനുഭവിച്ചിട്ട് കാണുമല്ലോ എന്നെ പ്രസവിച്ചപ്പോഴെന്നൊക്കെ ഇങ്ങനെ തോന്നുവാണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ വർഷ നേരെ അമ്മേനെ വിളിക്കാൻ കേട്ടോ. അപ്പം പുള്ളിക്കാരി ഏതോ ഒരു അമ്പലത്തിലെങ്ങാണ്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഫോൺ വിളിക്കുന്നു. അപ്പം വർഷയുടെ അമ്മ ഫോൺ എടുത്തിട്ട് എന്താ മോളേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ വിളിച്ചതാന്ന് പറഞ്ഞപ്പം ആണോ, അതെന്താ മോക്ക് പെട്ടെന്നൊരു ഫോൺ വിളിയൊക്കെ, ഇങ്ങനെ നീ വിളിക്കാറില്ലല്ലോ എന്നെന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ഞാനിപ്പോൾ ഒരു ഇമോഷണൽ ഒരു സീൻ ഡബ് ചെയ്തു, അപ്പോൾ എനിക്ക് അമ്മേനെ ഓർമ്മ വന്നു, അതുകൊണ്ട് ഞാൻ അമ്മേനെ വിളിച്ചത്, അമ്മേ സോറി എന്ന് പറയുന്നു. അപ്പം സോറിയോ, എന്തിനാ സോറി, ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചോദിച്ചാൽ അല്ല ശ്രീകാന്ത് എന്തിയേ, ശ്രീകാന്ത് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീകാന്ത് ഇവിടെ ഉണ്ട്, ഏതായാലും ഞാൻ ഇനി ശ്രീകാന്തിനെ അടുപ്പിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ വർഷ പേടിച്ചു പോയി. ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് വല്ലതും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയും ഇത് അനുഭവിക്കണമല്ലോ ഈ വേദന. അപ്പോൾ അതുകൊണ്ട് ശ്രീകാന്തിനോടൊരു ചെറിയ ദേഷ്യം നമ്മുടെ വർഷയ്ക്ക് തോന്നാം. അപ്പോൾ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയും ശ്രുതിയും വർഷയും കൂടെ ചേർന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലെ വിശേഷമൊക്കെ വന്ന് പറയുകയാണ്, ഞാൻ ഒരു കാര്യം കണ്ട് രേവതി ഏടത്തി ഇന്ന് വേറെ ഒന്നുമല്ല, എനിക്കിന്നൊരു സീൻ കിട്ടിയായിരുന്നു, ഞാൻ ഡബ് ചെയ്തത് ഒരു പ്രസവിക്കുന്ന ഒരു സ്ത്രീയുടെ ഇതായിരുന്നു. സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, നമ്മുടെ അമ്മമാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം പ്രസവിക്കുന്ന കാര്യത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അവിടെ വന്നിരുന്നു. അപ്പോൾ ശ്രുതി അവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് ശ്രുതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ, നമ്മുടെ ശ്രുതിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ശ്രുതി ഒന്ന് പ്രസവിച്ചതാണല്ലോ, ഇവർക്ക് അറിയത്തില്ലെങ്കിലും ശ്രുതി ഒന്ന് പ്രസവിച്ചതാണല്ലോ. അപ്പോൾ ശ്രുതി ഈ പ്രസവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അത് ശരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പ്രസവിക്കുന്ന സമയത്ത് അതായത് 1 വീക്ക് മുതൽ ലാസ്റ്റ് മന്ത് വരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയാണ് നമ്മുടെ ശ്രുതി, ഒന്നും വിടാതെ അങ്ങ് പറയുക. ആദ്യം ഇങ്ങനെ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകും, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാലിനൊക്കെ നല്ല പെയിൻ വരും, അപ്പം യാത്രയൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട്, പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്, പിന്നെ ഫുഡ് കഴിക്കാൻ തോന്നും, നമുക്ക് ആകെ മൊത്തത്തിൽ നമുക്ക് ഉറക്കം വരെ കിട്ടാതെ വരും, ഭയങ്കര വിഷമമൊക്കെ ആണെങ്കിലും പ്രസവിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്, പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതെല്ലാം മറന്നു പോകുന്നൊക്കെ പറഞ്ഞ് പ്രസവത്തെക്കുറിച്ച് അങ്ങ് വിവരിക്കുകയാണ്. രേവതി ശ്രുതിയും കൂടി ഇത് നോക്കിയിരിക്കുക, കാരണം നല്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പോലെയാണ് നമ്മുടെ ശ്രുതി പറയുന്നത്. അപ്പോൾ രേവതിയും വർഷ ഇങ്ങനെ കൈയൊക്കെ കൊടുത്തിങ്ങനെ നോക്കി നിൽക്കി, ഇതെങ്ങനെ ഇത്രയൊക്കെ നമ്മുടെ വർഷയ്ക്ക് കിട്ടി. ഒരു പ്രസവിച്ച സ്ത്രീ ആണെങ്കിൽ ഓക്കെ, അതിനെക്കുറിച്ച് പറയുന്നതിന് അത് കേൾക്കുന്നതിനുമൊക്കെ അത് പറയുമ്പം അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമുക്ക് പറയും. ഇതിപ്പം പ്രസവിച്ചാന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ. പക്ഷേ നമ്മുടെ രേവതിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ഇത് കൂടുതൽ നേരത്തെ ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ട് നമ്മുടെ ശ്രുതിനെ, പക്ഷേ പ്രസവത്തിൻ്റെ കാര്യത്തിലൊന്നും സംശയമില്ലെങ്കിലും ഇത് കേട്ടും കൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് സംശയം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെയാണ് നാളെ കാണിക്കുന്നത്, ലാസ്റ്റ് സീനായിട്ടെ. അപ്പോൾ അടുത്ത സീന് എന്ന് പറയുന്നത് നാളെ ഞാൻ ഉച്ചയ്ക്ക് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ഡെയിലി ഉച്ചയ്ക്ക് കറക്റ്റ് ഒരു 2 മണിയോടൊക്കെ കൂടി എന്ന് നമ്മൾ പ്രമോവിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. രേവതിയുടെയും സച്ചിയുടെയും നമ്മൾ ഡെയിലി ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു, ഒത്തിരി പേര് കാണുന്നതുമായിരുന്നു. പക്ഷെ അത് ഡിലേ ആയി പോയിട്ടോ, കുറച്ച് ദിവസം എനിക്ക് ഇടാൻ പറ്റിയില്ല, കുറച്ച് ദിവസമല്ല കുറച്ച് മാസം എനിക്ക് ഇടാൻ പറ്റിയില്ല. ഇനി മുതൽ അങ്ങോട്ടേക്ക് നമ്മൾ കണ്ടിന്യൂസ്ലി ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.